ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിന്ന് നോക്കുന്ന ബ്ലെൻഡറിൻ്റെ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളിന്ന് നോക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ഒരു ബ്ലെൻഡർ ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ളൊരു വ്യൂ ആയിരിക്കും, ബീപ്പോട്ടായിരിക്കും നമുക്ക് കാണുന്നത്. അപ്പോൾ അതിൽ തന്നെ ജനറൽ 2D ആനിമേഷൻ, സ്കൾട്ടിങ്, VFX, വീഡിയോ എഡിറ്റിംഗ് അങ്ങനെയുള്ള ഓപ്ഷൻസ് ആയിരിക്കും ആദ്യം കാണുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ ജനറൽ എടുക്കും. ജനറൽ എടുക്കുമ്പോൾ നമുക്കിവിടെ ലെഫ്റ്റ് സൈഡിൽ തന്നെ ടൂൾ ബാർ ഉണ്ടാവും. ലെഫ്റ്റ് സൈഡിൽ ടൂൾ ബാർ, അതിനകത്ത് ഒത്തിരി ഓപ്ഷൻസ് വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് പോകുന്ന ഇതിൽ നമുക്ക് തുടരെയുള്ള ക്ലാസ്സുകളിൽ നമുക്ക് പഠിക്കാൻ പറ്റും. അത് ചെയ്യുമ്പോൾ താഴെ നമുക്ക് ബോട്ടത്തിൽ ടൈം ലൈൻ ഉണ്ട്. ടൈം ലൈൻ കഴിഞ്ഞിട്ട് നമുക്ക് റൈറ്റ് സൈഡിൽ വരുമ്പോൾ തന്നെ ലേയേഴ്സ് ഉണ്ട്, പ്രോപ്പർട്ടീസൊക്കെ റൈറ്റ് സൈഡിലാണ് വരുന്നത്. അത് കഴിഞ്ഞ് നമുക്ക് നോക്കുമ്പോൾ മുകളിൽ മെനു ബാറുണ്ട്. മെനു ബാറിൽ തന്നെ നമുക്ക് ഒത്തിരി ഓപ്ഷൻസ് അതിനകത്ത് വരുന്നുണ്ട്. നമ്മളിപ്പോൾ ജനറലായിട്ടുള്ള എടുക്കുമ്പോൾ അതിനകത്ത് മോഡലിംഗ് ഉണ്ട്, സ്കൾട്ടിംഗ് ഉണ്ട്, UV എഡിറ്റിംഗ് ഉണ്ട്, ടെക്സ്ചർ പെയിൻ്റ് ഉണ്ട്, ഷെയ്ഡിങ്, ആനിമേഷൻ, റെൻഡറിങ്, കമ്പോസിറ്റിംഗ് ഉണ്ട്. അങ്ങനെയുള്ള ഒത്തിരി ഓപ്ഷൻസാണ് അതിനിങ്ങനെ കാണിക്കുന്നത്. പിന്നെ നമുക്കിവിടെ ലാസ്റ്റ് ഒരു പ്ലസ് ഐക്കൺ കാണിക്കുന്നുണ്ട്. അവിടെ നമുക്കൊരു വർക്ക് സ്പേസ് നമുക്ക് തന്നെ, വർക്ക് ഏരിയ നമുക്ക് തന്നെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നതിനാണ് അതങ്ങനെ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ആദ്യം പ്രസ് ചെയ്യുമ്പോഴത്തേക്ക് തന്നെ ഉണ്ടോ, നമുക്ക് അതിനകത്തുനിന്ന് നമുക്ക് നമ്മുടേതായ രീതിയിലൊരു വർക്ക് ഏരിയ നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അതൊക്കെയാണ് ഇതിൽ നമ്മൾ ജനറലായിട്ടുള്ള ഇതിൽ വരുന്നത്. അത് കഴിയുമ്പോൾ നമുക്ക് വീണ്ടും ഫയലിൽ പോകുമ്പോൾ കണ്ടോ, നമ്മൾ വീണ്ടും അടുത്ത ഫയലിൽ പോകുമ്പോൾ തന്നെ അതിനകത്ത് ന്യൂ എടുക്കുമ്പോൾ 2D ആനിമേഷൻ കാണിക്കും. 2D ആനിമേഷനിൽ എടുക്കുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാ ലെഫ്റ്റ് സൈഡിൽ ടൂൾ ബാർസ് വരുന്നുണ്ട്. താഴെ വന്നിട്ട് ടൈം ലൈൻ വരും. റൈറ്റ് സൈഡിൽ നേരത്തെ പറഞ്ഞ പോലെ പ്രോപ്പർട്ടീസ് അങ്ങനെയുള്ള കാര്യങ്ങളാണ് വരുന്നത്. അതിനകത്ത് തന്നെ 2D ആനിമേഷൻ വരുന്നുണ്ട്. പിന്നെ 2D ഫുൾ ക്യാൻവാസ് എന്ന് പറഞ്ഞ് വരുന്നുണ്ട്, കോമ്പോസിറ്റിംഗ് ഉണ്ട്, റെൻഡറിങ് ഉണ്ട്, എല്ലാം പറഞ്ഞ പോലെ തന്നെ. അത് കഴിഞ്ഞ് നമ്മൾ അടുത്ത് വീണ്ടും ന്യൂ എടുക്കുമ്പോൾ ഫയലിനകത്ത് ന്യൂ എടുക്കുമ്പോൾ നമുക്കതിനകത്ത് നമുക്കതിനകത്ത് സ്കൾട്ടിങ് വരുന്നുണ്ട്. സ്കൾട്ടിങ്ങിനകത്ത് സ്കൾട്ടിങ് ഉണ്ട്, ഷെയ്ഡിങ് ഉണ്ട്, 2 ഓപ്ഷൻസ് മുകളിൽ കാണിക്കുന്നുണ്ട്. അതിലും ലെഫ്റ്റ് സൈഡിലൊക്കെ ടൂൾ ബാറും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അത് കഴിയുമ്പോൾ നമുക്കടുത്ത് വീണ്ടും ഫയലിനകത്ത് പോവുക, VFX എടുക്കുക. VFX എടുക്കുമ്പോൾ അതിൽ നമുക്ക് VFX പരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു വ്യൂ പോർട്ടായിരിക്കും വരുന്നത്. അതിനകത്ത് മോഷൻ ട്രാക്കിംഗ് വരുന്നുണ്ട്, മാസ്കിംഗ് ഉണ്ട്, കോമ്പോസിറ്റിംഗ് ഉണ്ട്, റെൻഡറിങ് ഉണ്ട്, ഇങ്ങനെയുള്ള ഓപ്ഷൻസ് അതിനകത്ത് വരുന്നുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും ഫയലിനകത്ത് പോയി ന്യൂ എടുക്കുമ്പോൾ വീഡിയോ എഡിറ്റിംഗ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ വരുന്നുണ്ട്. അതിനകത്ത് വീഡിയോ എഡിറ്റിങ്ങും റെൻഡറിങ്ങും ആണ് കാണിക്കുന്നത്. അപ്പോൾ അതിങ്ങനെ നമ്മൾ ഓപ്പൺ ചെയ്തു അതിൻ്റേതായ ഒരു വ്യൂ പോർട്ടായിരിക്കും വരുന്നത്. അപ്പോൾ അതും നമുക്ക് ആവശ്യമുള്ളൂ. അപ്പം നമുക്ക് ഈ ബ്ലെൻഡറിൻ്റെ പറഞ്ഞാൽ ഇതിനകത്ത് തന്നെ ഓൾമോസ്റ്റ് നമുക്ക് വേണ്ട എല്ലാം ഉണ്ട്. അപ്പോൾ ഇതെല്ലാം ആയിരിക്കും ഇനി തുടരാൻ അങ്ങോട്ട് വരുന്ന ക്ലാസ്സുകളിലെല്ലാം നമ്മൾ പറയുന്നതും ഇതേക്കുറിച്ച് കാര്യം. അപ്പോൾ ഓരോന്നും നമ്മൾ ചെയ്യുന്ന സമയത്തിനനുസരിച്ച് അതിനകത്ത് വരുന്ന ഓരോ ടൂൾസും കാര്യങ്ങളൊക്കെ പറഞ്ഞായിരിക്കും നമ്മൾ പോകുന്നത്. അപ്പം ഇത് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്.